ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പേരാവൂരിൽ കർഷകരും വിവിധ സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും സംവാദവും നടത്തി. തൊണ്ടിയിൽ പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ 12 മണിയോടെ എത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ രാഹുൽ റോഡ് മാർഗമാണ് പേരാവൂരിലെത്തിയത്. കർഷകരുമായി നടന്ന സംവാദം പരിപാടിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, K സുധാകരൻ MP, ദീപാദാസ് മുൻഷി തുടങ്ങി പ്രമുഖ നേതൃനിര തന്നെ പങ്കെടുത്തിരുന്നു. ഷാഫി പറമ്പിൽ MP പരിപാടി നിയന്ത്രിച്ചു. കർഷകരുടെ ചോദ്യങ്ങളും സംശയങ്ങളും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഷാഫി പറമ്പിലായിരുന്നു. എന്റെ പേര് രഞ്ജിനി. ഞാൻ ആർലഫാം 13 ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 2025 7-ാം തീയതി ഞങ്ങളെല്ലാരും കൂടി പുഴയിൽ പോയ സമയത്ത് കാട്ടാൻ ഓടിച്ചു. അങ്ങനെ കാട്ടാനന്റെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി എന്നെ തുമ്പിക്കൈ കിട്ട് കാലിനിട്ടടിച്ചു. അവിടുന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ കണ്ണൂർ 5 ദിവസം അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അവിടുന്ന് പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എന്നിട്ടും കുറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അവര് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഫോറസ്റ്റുകാർ പറഞ്ഞു അത് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ടും ഈ ഒരു വർഷകാലം പിന്നെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി, MRI എടുത്തു. അതിനും കുറെ കാശൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് കാട്ടാനയുടെ ശല്യം അതിഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇതിന്റെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമൊന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവര് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു. അവര് പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നും ഇല്ല, കൊടുക്കണ്ട, അത് കിട്ടുമെന്നില്ല, വെറുതെ അതിന്റെ പുറകെ നടക്കണ്ട എന്നൊക്കെ അവര് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പത്രവാർത്തയിൽ പോലും അവര് കള്ളം പറഞ്ഞു. ആന ഓടിച്ച് വീണിട്ട് പരിക്ക് പറ്റിയതാണെന്ന്. പക്ഷെ അന്ന് ആനയുടെ അടി പെട്ട് തുമ്പിക്കൈ വെച്ച് വലത് കാലിനിട്ട് അടിച്ചിരുന്നു. അതിന് എന്നിട്ട് നഷ്ടപരിഹാരം ഒന്നും അവർ തന്നിട്ടില്ല. അതിന്റെയൊക്കെ പ്രയാസം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. Sir, she is Ranjini Radish, a school-going student. She was attacked by an elephant near her home. She was attacked by the trunk. She fell down into water. The elephant tried to trample her in that water. Luckily, she escaped. She was injured and she was taken to hospital. But the authorities told her that this is nothing serious and ask her to went back, ask her to go back. But she has not received any kind of help from the government system. Till now she is undergoing treatment. Even recently she had some injury on her right leg. She was attacked by the trunk and elephant, and she was even tried to trample, but luckily she escaped. Her parents were watching. In front of her parents this happened. Till this date, no treatment support has been given by the government. കേന്ദ്ര സർക്കാർ ജനവിരുദ്ധമായ സമീപനം തുടരുകയാണെന്ന് രാഹുൽ പ്രസംഗത്തിൽ ആരോപിച്ചു. The Prime Minister of India has signed a deal with President Trump that is like taking a JCB and digging the foundation of our country. ഇന്ത്യ രാജ്യത്തിന്റെ കർഷകരുടെ നിലനിൽപ്പിന്റെ അടിത്തറയെ തകർക്കുന്ന ഒരു ഒപ്പാണ്, ഒരു ഡീലാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. And nobody is saying anything. No media is saying anything. And media is not saying anything. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ, അതിനെ സംബന്ധിച്ച് ഒരു വാചകം പറയാൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. Indian farmers have small farms and low level of mechanization. ഇന്ത്യൻ കർഷകർ അവർ ചെറുകിടക്കാരാണ്. ചെറിയ കൃഷിയിടങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. American farmers have massive farms and high level of mechanization. അമേരിക്കയുടെ കർഷകർ അങ്ങനെയല്ല. അവർക്ക് വലിയ വലിയ വൻകിട കർഷകരാണ് അവർ. അവർക്ക് അവരുടെ അവരുടെ കാർഷിക മേഖലയിൽ മുഴുവൻ അവർക്ക് മെഷീൻ ഉൽപ്പന്നങ്ങൾ വഴി അവരുടെ കൃഷിയെ കൊണ്ടു നടക്കുന്നവരാണ്. It is a criminal act to allow access to the Indian agricultural market for American farmers. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻകിട കൃഷി ചെയ്യുന്ന ആളുകളെ ഈ ഇന്ത്യയുടെ പാവപ്പെട്ട കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And I can tell you with confidence that no Indian Prime Minister would do this. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു, മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു അപകടം ഈ രാജ്യത്തിനോട് ചെയ്യില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ കർഷകരും കർഷക സംഘടനാ പ്രതിനിധികളും KPCC DCC ഭാരവാഹികളും പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരിപാടി നടന്ന സ്ഥലത്തുണ്ടായിരുന്നത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ.
BMH at Home 9061 423 423.